ന്യൂസ് ക്ലിക്കിനെതിരായ ഇ ഡി കേസ് ഡൽഹി ഹൈക്കോടതി റദ്ദ് ചെയ്തു. വന്ന് ഇ ഡി വെറും ഷോ പീസായി മാറുകയാണല്ലോ. എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ മോദിയുടെ വജ്രായുധം എന്നൊക്കെയായിരുന്നു ഇ ഡിക്ക് പലരും പതിച്ചു നൽകിയ പരിവേഷം. പക്ഷെ ഇപ്പോൾ തലയിൽ മുണ്ടിടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇ ഡിക്ക്. കാരണം എവിടെയൊക്കെ പോയാണ് ഇ ഡി കൊമ്പുകുലുക്കി മണിക്കൂറുകളോളം വേട്ട നടത്തിയത്. എന്നിട്ട് കോടതിയിൽ നിന്ന് കിട്ടുന്നതോ ആട്ടും തുപ്പും പരിഹാസവും. അതിന് ഒടുവിലത്തെ ഉദാഹരണമാണ് മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിനും സ്ഥാപകൻ പ്രബീർ പുർഗായിസ്തയ്ക്കുമെതിരെയുള്ള കേസ്. വിദേശ പണം സ്വീകരിച്ചെന്നാരോപിച്ച് 2020 ഓഗസ്റ്റിലാണ് ആദ്യ FIR ന്യൂസ് ക്ലിക്കിനെതിരെ രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. അന്ന് ഡൽഹിയിലെ ന്യൂസ് ക്ലിക്ക് ആസ്ഥാനത്ത് 50 മണിക്കൂർ നേരമായിരുന്നു ഇ ഡി പൂണ്ട് വിളയാടിയത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? വാലും ചുരുട്ടി ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്. ന്യൂസ് ക്ലിക്കിനും പ്രബീർ പുർഗായിസ്തയ്ക്കുമെതിരെ ഡൽഹി പോലീസും ഇ ഡിയും ചേർന്ന് കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. എന്നിട്ട് കേസ് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഈ കള്ളക്കേസിന്റെ അടിസ്ഥാനം പകൽ പോലെ വ്യക്തമാണ്: കർഷക സമരം. അതെ, കർഷക സമരത്തിന്റെ വിജയത്തിന് മുഖ്യ പങ്ക് വഹിച്ച മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക്. എതിർ ശബ്ദങ്ങളെ നേരിടാൻ മോദിജിക്ക് ഇ ഡി അല്ലാതെ മറ്റു വഴികളില്ലല്ലോ. ഒന്നുകിൽ ഇ ഡി, അല്ലെങ്കിൽ കുതിരക്കച്ചവടത്തിൽ ന്യൂസ് ക്ലിക്കും പ്രബീർ പുർഗായിസ്തയും വീഴില്ലെന്ന് മനസ്സിലായപ്പോൾ ഇ ഡി വന്നു. അതുപോലെ തന്നെ പോയി. പക്ഷെ മുട്ടും മടക്കിയിട്ടാണെന്ന് മാത്രം. മോദി സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ തെളിവ് സഹിതം വാർത്തകൾ നൽകി വന്ന സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായിരുന്നു ന്യൂസ് ക്ലിക്ക്. ഇതിന് പിന്നാലെയായിരുന്നു ന്യൂസ് ക്ലിക്കിനെതിരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള മോദി സർക്കാരിന്റെ പ്രതികാര നടപടി. വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ ഹെമ ചട്ടലംഘനം നടത്തിയെന്നും ചൈനീസ് മാധ്യമ സ്ഥാപനവുമായി അടുത്ത ബന്ധമുള്ള അമേരിക്കൻ പൗരനിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. പക്ഷേ കേസിൽ ഒരു തെളിവ് പോലും ഹാജരാക്കാൻ ഇ ഡിക്കോ ഡൽഹി പോലീസിനോ സാധിച്ചില്ല. ക്രിമിനൽ ഗൂഢാലോചന, കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യം എന്നിവയ്ക്കും തെളിവില്ല. വീണ്ടും ഇ ഡി തേഞ്ഞു. പ്രബീർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ തെളിവ് കാണിക്കൂ എന്ന് കോടതി വീണ്ടും പറഞ്ഞു. അപ്പോഴും ഇതാണാ രേഖ എന്ന് പറഞ്ഞ് കൈമലർത്തി. കോടതി ആയതുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ ശകാരിച്ചുകൊണ്ട് കേസ് റദ്ദാക്കി. വീണ്ടും ഇ ഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു പവറാ. പക്ഷെ മോദിയുടെ വജ്രായുധമായപ്പോൾ ഇ ഡിക്ക് പവർ ഫെയിലിയർ സംഭവിച്ചു. ഇത് പ്രബീർ പുർഗായിസ്തയുടെ കാര്യം. നേരത്തെ ഡൽഹി മുൻ മുഖ്യമന്ത്രി കേജ്രിവാളിനെതിരെയുള്ള കേസും റദ്ദ് ചെയ്തു. ഇനിയും എത്രയെത്ര കേസുകളാണ് ഇ ഡിക്ക് തേഞ്ഞൊട്ടാൻ ബാക്കി കിടക്കുന്നത്. എന്താലേ ഇപ്പോൾ ഇ ഡിയുടെ ഗതി ആർക്കും വരുത്തരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. കേന്ദ്ര ഭരണകക്ഷിയുടെ താളത്തിന് തുള്ളുന്ന CBIയെ കൂട്ടിലെ തത്തയെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഇ ഡിയെ എന്ത് പേര് ചൊല്ലി വിളിക്കണം?